Wonderful to speak with my dear friend, President Trump today. Delighted that Made in India products will now have a reduced tariff of 18%. Big thanks to President Trump on behalf of 1.4 billion people of India for this wonderful announcement. മോദി സോഷ്യൽ മീഡിയയിലിട്ട പോസ്റ്റാണിത്. ഇന്ത്യ അമേരിക്കയുടെ മുന്നിൽ കീഴടങ്ങിയതാണോ അതോ അമേരിക്ക ഇന്ത്യയുടെ മുമ്പിൽ കീഴടങ്ങിയതാണോ? എന്താണിത് സംഭവിക്കുന്നത്? ഇന്ത്യ റഷ്യയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്, അല്ലെങ്കിൽ മോദി റഷ്യയുമായിട്ട് പുടിനുമായിട്ട് ഭയങ്കര അടുത്ത ബന്ധമാണെന്നൊക്കെയല്ലേ പറഞ്ഞത്. ഇപ്പം എന്താ, റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യ കുറയ്ക്കാൻ പോകുന്നു. അതുകൊണ്ട് ട്രംപ് താരിഫ് 18% കുറച്ചു. നേരത്തെ 50% ഇന്ത്യൻ പ്രോഡക്ട്സ് അമേരിക്കയിൽ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള താരിഫ്, അതായത് 25%, പിന്നെ 25% റഷ്യയിൽ നിന്ന് ഓയിൽ കൂടുതലായിട്ട് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. എന്താണിത് സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യ. ഇതുകൊണ്ട് എന്താണ് നേട്ടം? അതായത് റഷ്യയിൽ നിന്ന് കുറഞ്ഞ തുകയ്ക്കാണ് ഓയിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നത്. അപ്പോൾ ഇനി വെനസ്വേലയിൽ നിന്നായിരിക്കും കൂടുതൽ ഇറക്കുമതി ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഈ കുറഞ്ഞിരിക്കെ തന്നെ ഇന്ത്യയിൽ പെട്രോൾ വില, ഡീസൽ വില എല്ലാം കൂടുതലായിരുന്നു. ഇനി അങ്ങോട്ട് കൂടാൻ പോകുന്നു, കുറയാൻ പോകുന്നു. എന്തായാലും റഷ്യയുമായിട്ട് ഇത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലിരിക്കെ ഒരിക്കലും അമേരിക്ക ഈ റഷ്യയിൽ നിന്നും എണ്ണ കുറച്ച് മേടിക്കാം എന്നുള്ള ഒരു വാക്കിൽ അമേരിക്കയുടെ താരിഫ് കുറച്ച് ഇന്ത്യയുടെ പ്രോഡക്ട്സിന് ആക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ മാറ്റം അടുത്തിടെ തന്നെ അത് പ്രതിഫലിച്ചു തുടങ്ങിയിരുന്നു. ജനുവരിയിൽ എണ്ണ ഇറക്കുമതി ചെയ്ത് റഷ്യയിൽ നിന്നും ഓയിൽ ഇറക്കുമതി ചെയ്തത് ഏകദേശം 1.2 ദശലക്ഷം ബാരലായിരുന്നു. അത് ഫെബ്രുവരി ആയപ്പോൾ 1 ദശലക്ഷം ബാരലായി. ഇനി മാർച്ചിലാകുമ്പോൾ അത് 8 ലക്ഷം ബാരലാകുമെന്നുള്ളതാണ്. അതായത് റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് ഇനി പോകെ കുറയ്ക്കും. അതുകൊണ്ട് എന്താണ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, US ഇറക്കുമതി ചെയ്യുന്ന ഈ പറയുന്ന പോലെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് US ഇറക്കുമതി ചെയ്യുമ്പോൾ താരിഫ് കുറച്ച് 18% ആക്കി എന്നുള്ളതാണ്. അതായത് 25% ആയിരുന്നത് 25% എക്സ്ട്രാ കൂട്ടിയതെന്ന് പറഞ്ഞാൽ റഷ്യയിൽ നിന്നും ഇന്ത്യ ഇതുപോലെ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ടായിരുന്നു. അങ്ങനെ 50% ആയിരുന്നു, അത് 18% ആക്കി. പക്ഷേ ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന എണ്ണ കുറയ്ക്കണമെന്നാണ്. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഈ ലോക മാർക്കറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന 3ാമത്തെ വലിയ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുമ്പോൾ നല്ലൊരു കാശ് അങ്ങോട്ട് ഒഴുകും എന്ന് നല്ലൊരറിയാം. വെനസ്വേലയിൽ നിന്നും ഇപ്പോൾ എണ്ണ ഇന്ത്യയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ആർക്കായിരിക്കും കൂടുതൽ ലാഭമെന്ന് അറിയാമല്ലോ. അതുകൊണ്ടാണല്ലോ ട്രംപ് ഈ കളിയെല്ലാം കളിക്കുന്നത്. എന്തായാലും റഷ്യ പോലുള്ള ഒരു രാജ്യത്തിൽ നിന്നും ഇറക്കുമതി അങ്ങനെ കുറച്ചിട്ട് ഇങ്ങനെ ചെയ്യണമായിരുന്നു എന്നുള്ളത്. ഇന്ത്യയിൽ നിന്നും ഒരുപാട് പ്രോഡക്ട്സ്, അതായത് സാബുവിനെ പോലെയെല്ലാം കിറ്റക്സിനെ പോലെയെല്ലാം ഉള്ള കമ്പനികൾക്ക് തീർച്ചയായിട്ടും ഇത് ഗുണകരമാണ്. അതുകൊണ്ട് ഒരു വലിയ മാർക്കറ്റിൽ നല്ലൊരു പ്രതിഫലം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാക്കാനൊക്കെ സാധിക്കും. പക്ഷേ അത് ഇന്ത്യയിലുള്ള മറ്റ് ജനങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ബാധകമാകുന്നതെന്ന് ഇനി അങ്ങോട്ട് പോകുമ്പോൾ അറിയാം. ഇതിനോടൊപ്പം ട്രംപ് ഇന്ത്യയോട് മറ്റ് കുറേ വ്യവസ്ഥകളും കൂടെ പറയുന്നുണ്ട്. ഏകദേശം $500 ബില്യൺ US ഊർജ്ജം, അതുപോലെ സാങ്കേതിക വിദ്യ, കാർഷിക ഉൽപ്പന്നങ്ങൾ അതെല്ലാം ഇന്ത്യ വാങ്ങണമെന്ന്, അതായത് US നിന്നും ഇറക്കുമതി ചെയ്യണം എന്നുള്ള ഒരു വ്യവസ്ഥ കൂടി വച്ചിട്ടുണ്ട്. അത് മോദി അതിന് പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇനി മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ എന്ന് ഇനി കണ്ടറിയാം. റഷ്യയിൽ നിന്നും കുറഞ്ഞ ഒരു എമൗണ്ടിനാണ് ഓയിൽ ഇമ്പോർട്ട്, അതായത് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് പോലും പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഏകദേശം 100, പെട്രോളിൻ്റെ വില 100 കടന്നിരുന്നു. ഇനി എത്ര കടക്കുമെന്നുള്ളത് കണ്ടറിയണം. അതായത് ഉക്രൈൻ റഷ്യ ആ ഒരു വാറ സമയത്ത് 2023-22 കാലഘട്ടം മുതൽ തന്നെ ഇങ്ങോട്ട് നല്ല രീതിയിൽ എണ്ണ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നു. അത് എണ്ണ നല്ല രീതിയിൽ കുറച്ച് തന്നെയാണ് തന്നത്. ഇനി വെനസ്വേലയിൽ നിന്നെല്ലാം ഇറക്കുമതി ചെയ്യുമ്പോൾ എന്താണ് മാറ്റം? അല്ലെങ്കിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കുറഞ്ഞിരിക്കുകയാണ്. എന്താണ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന മാറ്റം? ഇത് ആരടിയറവ് പറയുകയാണെന്നുള്ളതൊന്നും അറിയാൻ വയ്യല്ലോ അല്ലേ. കാലങ്ങളായി ഇന്ത്യ വെനസ്വേലയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ടായിരുന്നു, ഓയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും അതായത് പണ്ട് ബാരലിനെല്ലാം ഓയിലിന് വില കൂടിയിരുന്ന സമയത്ത് ഇവിടെ എന്തായിരുന്നു എന്ന് നമുക്കറിയാം. പെട്രോളിനും ഡീസലിനൊക്കെ വില കുറവായിരുന്നു. പക്ഷേ ഈയിടെയായിട്ട്, അതായത് 2022-23 ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഇങ്ങോട്ട് എണ്ണ ഇന്ത്യ കൂടുതലും ഇറക്കുമതി ചെയ്തിരുന്നത് റഷ്യയിൽ നിന്നായിരുന്നു.
അപ്പോൾ റഷ്യ മറ്റ് ഏത് മാർക്കറ്റിൽ നിന്നും വില കുറച്ചായിരുന്നു റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്, അതായത് വില കുറച്ചായിരുന്നു റഷ്യ എണ്ണ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു സമയത്താണ് ഈ ഒരു ഡീസലിനും പെട്രോളിനും വില ഏറ്റവും മുകളിൽ ഉച്ചസ്ഥായിയിൽ കയറ്റി വെച്ചത്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാം. കാര്യം ഇനി വീണ്ടും ആ റഷ്യയിൽ നിന്നുള്ളത് കുറയ്ക്കുകയും വെനിസുലയിൽ നിന്നുള്ളത് കൂട്ടുകയും ആയിരിക്കും മിക്കവാറും സംഭവിക്കാൻ പോകുന്നത്. കണ്ടറിയാം.